നമ്മുടെ ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാനൂരി നബറുല്ലാഹും അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ വായിച്ചാൽ ഞാൻ അശക്തരാണ്. എനിക്ക് മഹാനവറുമായി ബന്ധപ്പെടുന്ന കൂട്ടായിൽ വെച്ചാണ്. കൂട്ടായില് അവിടുത്തെ കാദിയായിരുന്നു എന്റെ മുന്നിലായ പിതാവ് മർഹൂം ആദ്യ മുസ്ലിയായിരുന്നു മഹീന്ദ്ര മുസ്ലിയാര്. മഹാനവരുടെ ജീവിതകാലത്തെ എന്റെ ഉപ്പാക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു മഹാനവറുകളെ. കൂട്ടായിൽ വന്ന് അദ്ദേഹം ചെയ്ത ത്യാഗം ഇന്നും കൂട്ടായിക്കാർ ഓർക്കുന്നുണ്ട്. കാട്ടിലെ പള്ളി എന്ന് പറയുന്ന പള്ളി ജനങ്ങളില്ലാതിരുന്ന, ജനങ്ങൾ താമസിക്കാത്ത ഒരു പള്ളി മാത്രമായിരുന്നു ആ പണ്ടായിലെ കാട്ടിലെ പള്ളിയിൽ പടിഞ്ഞാറക്കരയില് ജനങ്ങളൊന്നുണ്ടായിരുന്നു വിശാലമായ പള്ളി. പിന്നെ പള്ളി വന്നു. മഹാനായ തങ്ങൾ അവരുകളെ വിശ്രമിക്കാൻ വേണ്ടി ആ പറമ്പിൽ വന്നപ്പോൾ അദ്ദേഹം വരാറുണ്ട്. ആ കാലത്ത് മഹാനവറുകൾ ഉണ്ടാക്കിയ പള്ളിയാണ് കാട്ടിലെ പള്ളി. ആ പള്ളി മഹാനവർ വന്നു ഹൽക്കത്ത് ആദ്യമായി സ്ഥാപിച്ചു ഹൽക്ക. അവിടെ ജനങ്ങൾ അങ്ങനെ കൂടാൻ തുടങ്ങി, താമസിക്കാൻ തുടങ്ങി. അത് നിസ്കാര പള്ളി ജനങ്ങളെല്ലാം ഈ ആമാറ്റകളും വാങ്ങടിച്ചു. അദ്ദേഹം നിസ്കരിക്കാത്തവരെ റോഡരികിൽ കൂടി നടന്നത് ക്ഷണിച്ചു. കൂട്ടുകാരനായിക്കൊണ്ട് മഹാനായ ഷേഖുനായുടെ പ്രധാന ഹരിവിയായിരുന്ന നദിരിഷാനൂരി നബറുല്ലാഹു മഹാനവറും കൂടെയുണ്ട്. ഇസ്ലാമിക ദൗത്യം ഓടിച്ച് ആരംഭിച്ചു. ആ പടിഞ്ഞാറൻ തീരങ്ങളിൽ അങ്ങനെ ആരംഭിച്ചു. ഇങ്ങോട്ട് തെക്കും വടക്കോട്ട് നീങ്ങി വാടിക്കൽ ജമാഅത്ത് പള്ളി നിസ്കാര പള്ളിയായിരുന്നു. മഹാനവർ ശ്രമമായിക്കൊണ്ട് അത് ജമാഅത്ത് പള്ളിയായും മാറ്റിമറിച്ചു. തുടർന്ന് തന്നെ കാട്ടിലെ പള്ളിയിൽ ആരംഭിച്ചു. ഇവിടെ കാതി വേണം. ഈ മഹലില് പടിഞ്ഞാറക്കര ഉൾക്കൊള്ളുന്ന മഹലില് കാതി ഉണ്ടായിരുന്നില്ല. ഒരു കാതി വേണം. ഈ മഹല്ലത്തുകാരെല്ലാവരും കൂടി ബഹുമാനപ്പെട്ടവരുടെ ഈ പാറപ്പുറത്തുള്ള പിന്നീട് താമസമാക്കിയ സ്ഥലമാണ് പാറപ്പുറം. 10-35 കൊല്ലമായി പാറപ്പുറത്ത് മഹാനവർ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാറപ്പുറത്ത് കൂട്ടായില്ലേ ആ പടിഞ്ഞാറക്കരയുള്ള ആളുകൾ വന്നൊരു കാതി വേണം. മഹാനവർ പറഞ്ഞു, നിങ്ങൾ കടനാല് കാതി എന്റെ കയ്യിലുണ്ട്, ഞാൻ നിശ്ചയിച്ചു തരാം. ദിവസം കുറിച്ച് വെള്ളിയാഴ്ച നിങ്ങൾ കാതി കുടുംബത്തിൽപ്പെട്ട മഹദൂം കുടുംബത്തിൽപ്പെട്ട കാതിമാരെ പാരമ്പര്യമുള്ള ആ കുടുംബത്തിന്റെ കുട്ടിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതത്തില് മഹാനവർ കൈക്ക് ഈ വിനീതൻ കാതിയായിട്ട് വൈകിട്ട് ചെയ്തു. പടിഞ്ഞാറക്കര ആ പള്ളിയിൽ വെച്ച്, ആ വാടിക്കല്ലുമാറ്റൊള്ളിയിൽ വെച്ച് ഞാൻ കാന്തിയാവുന്ന അവിടെ മുതൽക്കാണ്. പിന്നീടാണ് 1980 എന്റെ വന്യനായ പിതാവ് മരണപ്പെട്ടപ്പോൾ പിതാവിന്റെ സ്ഥാനത്ത് 14 മഹലുകളെ കാന്തിയായിക്കൊണ്ട് ഞാൻ നിലവിൽ വരുന്നത്. കൂട്ടായിൽ അദ്ദേഹം ചെയ്ത സേവനം, ത്യാഗം ഇന്നും നാട്ടുകാർക്കും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ ഇസ്ലാമിക ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും വിജ്ഞാനങ്ങൾ അദ്ദേഹം വളർത്താൻ കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹം വയറ് തുടങ്ങിയാൽ പിന്നെ നിർത്തുന്ന പരിപാടിയില്ല. സ്വബിഹി ബാഗ് വിളിക്കുന്നവരെ ബാഗ് പറഞ്ഞു കേട്ട് ഞാൻ സാക്ഷിയാണ്, വെറുതെ പറയുകയില്ല. ആരോഗ്യത്തിന് ക്ഷീണമുണ്ടായിരുന്നില്ല. എന്തൊരു സരസമായ ശൈലി, പുഞ്ചിരി തൂയിക്കുന്ന മുഖം, എന്തൊരു സരസമായ ചെറിയ ചെറിയ കിതാബുകളെ ബെയ്ത്തുകളും ഈരണി പാട്ടുകളും ഗീതങ്ങളും ഹദീസുകളും ആയത്തുകളും സൂഫിയാക്കളും ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പാതിരാവിൽ ചെയ്യുന്ന പ്രസംഗം ആർക്കും ക്ഷീണം ഉണ്ടാക്കൂല. ഉറക്കമൊഴിച്ചിരിക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. എത്ര മാസങ്ങളായുള്ള വായത്തുകൾ ബഹുമാനപ്പെട്ടവർ നടത്തി. അതോടുകൂടി മർഹൂം കാലചരിക്കാരൻ മുഹമ്മദ് ഹാജി നബറുല്ലാഹു ബർക്കത്തുഹു ചെമ്പ്രോട്ടം മുദരിസായിരുന്നു. അദ്ദേഹം മുരീദായിരുന്നില്ല, എങ്കിലും ശൈഖനായി ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അദ്ദേഹം അവിടെ വന്നു വായതന്നെ. ഇങ്ങനെ ഈ 3 ആളുകളും കൂടി കൂട്ടായുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ മദ്രസയുടെയും പള്ളികളെയും വായതിന് വേണ്ടി പങ്കെടുത്ത ചില്ലറ സ്റ്റേജുകളായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിന്റെ ത്യാഗത്തിന് വാഴ്ന്നു പറഞ്ഞ് ജനങ്ങളെ കൽബുകളെ വിനിസപ്പെടുന്ന മയപ്പെടുത്താൻ ഒരു അർഹതയും യോഗ്യതയും മശായിഖുമാരെ ദാവവർഗത്തുകൊണ്ട് 100 മശായിഖിന്റെ കറാമത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാനൂരി മഹാനവർക്കുണ്ടായിരുന്നു. യാത്ര തുടർന്നു. അദ്ദേഹം ത്യാഗങ്ങൾ ചെയ്തു, ഖാൻഖാഹകൾ സ്ഥാപിച്ചു. ശൈഖുനാന്റെ കൽപ്പനകൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് സിൽസില നൂരിയുടെ പ്രവർത്തകനായി തെക്കൻ മേഖല അമീറായിക്കൊണ്ട് അതിന്റെ സേവകനായി വളർന്നു. അങ്ങനെയാണ് പാറപ്പുറത്തെത്തിയത്. പാറപ്പുറം തന്നെ താൻ പിന്നീട് സ്ഥലം വാങ്ങി താമസ സ്ഥലമാണ്. താൻ വെള്ളാഞ്ചിത്താർ പോത്തുന്നൂരിൽ ജനിച്ചു, വെള്ളാഞ്ചേരിയിൽ നിന്ന് കല്യാണം കഴിച്ചു, ബാരിസൈയിലൂടെ സ്ഥലം വാങ്ങി വീടെടുത്തു, ഇവിടെ താമസമാക്കി ഖാൻഖാഹ് സ്ഥാപിച്ചു, പള്ളി സ്ഥാപിച്ചു. തന്റെ സേവനം അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് പാറപ്പുറത്തിനെ ശരിക്കും ഇസ്ലാമിന്റെ പാതയായിക്കൊണ്ട്, ഉറപ്പുള്ള പാതയായിക്കൊണ്ട് പാറപ്പുറത്തും പരിസരത്തും വളർത്താൻ താൻ ത്യാഗം ചെയ്തു. താൻ ശൈഖുനാന്റെ തന്റെ വന്യനായ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം താൻ ചെയ്ത ദൗത്യ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഒരു വേള ഈ ലോകവുമായി അല്ലാഹുവിലേക്ക് വാസിലായത്. ഹബീബിലേക്ക് ചേർക്കുന്ന പാലം, ആ പാലം കടന്നു. ഹബീബ് അൽ മൗതു ജിസ്റുൻ യൂസിലുൽ ഹബീബ് ഇൽ ഹബീബ്. ഹബീബിലേക്ക് ചേർക്കുന്ന പാലം കടന്ന് അല്ലാഹുവിലേക്കാണ് വാസിലായി, വിശാലായി. ആ സുദിനമാണെന്ന്
അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആത്മാക്കൾ സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സമ്മേളിക്കുന്ന, പരസ്പരങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്ന കൈകാര്യങ്ങൾ സുദിനമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സിൽസിലയിൽ ശൈഖുനാന സിൽസിലയിൽ ആരംഭത്തിൽ റസൂലുള്ള മുതൽക്ക് ഇങ്ങോട്ട് വന്ന നൂറുൽ മശായിഖ് വരെ ഖുലഫാക്കൾ വരെ വന്ന സിൽസിലകളുള്ള പ്രകാശിക്കുന്ന ഗോപുരങ്ങളായി നൽകുന്ന വിളക്കുകൾ അവർക്കത്തുകൊണ്ട് മശായിഖുമാർ അവർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് മാറ്റി മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മശായിഖുമാരുടെ ഫൈലാനുകളെ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അലിയുല്ലാ ഷാനൂരി നമ്മുടെ ഗുരുനാഥനാണ്. ബഹുമാനപ്പെട്ട ഖബറിനെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമായി കൊടുക്കുമാറാവട്ടെ. മഹാനവരുടെ കാൽപ്പാടുകളെ മശായിഖുമാരെ കാൽപ്പാടുകൾ മുഴുവൻ വെച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖുലഫാക്കളെ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിപ്പുറപ്പിച്ചുകൊണ്ടാണ് ഈ ലോകവുമായി വാക്കിയത് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ശൈഖുനാ ലുഹൂരി ഷാനൂരിയെ പോലെയുള്ള ആത്മാത്മായ ഇൽമുകളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ആ ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ താരകളായിരുന്ന മഹാന്മാരായ ഖുലഫാക്കളെ നമുക്ക് സേവനം ചെയ്ത് കാണിച്ചെന്ന സേവനം നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം പിൻപറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ കാൽപ്പാടുകൾ ഒരുപാട് ഖുലഫാക്കൾ ഓർക്കാനുണ്ട്. അവരെല്ലാം മണ്ണിനടിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാകട്ടെ. നമ്മുടെ ശൈഖുനാ തങ്ങളെ പിൻഗാമിയായി കൊണ്ടുവന്ന് വന്ന നമുക്ക് എല്ലാ നിരക്കും നമ്മൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, വിജ്ഞാനം കൊണ്ട് നമ്മൾ ആദരിക്കുന്ന, വിജ്ഞാനം പകർന്നു തരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി അൽ മാറൂഫ് നൂറുല്ലാ ഷാനൂരി മഹാനവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനവരുടെ ളാഹിരിയും ബാത്തിനിയും റൂഹാനിയും ജിസ്മാനിയുമായ എല്ലാ സുഹൃത്തുക്കളും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയായി കൊടുക്കുമാറാവട്ടെ. മഹാന തണലിൽ ഒരു പിതാവിനെ സ്നേഹിക്കുന്ന പിതാവിനെ പോലെ മക്കളായ നമ്മൾക്ക് മഹാനവരുടെ കാൽപ്പാട് പിന്തുടർന്ന് ജീവിക്കാൻ, ആ വിജ്ഞാന മുത്തുകൾ നുകർന്നെടുക്കാൻ, ആസ്വദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ജഗന്നാഥങ്ങൾക്കും ഖലഫാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.